എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ വളരെ രുചികരമായിട്ടുള്ളതും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ചിക്കൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചിക്കൻ കറി ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന നമ്മുടെ അനുജന്മാർക്കും അതുപോലെ നമ്മുടെ അനിയത്തി കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. വിദേശത്ത് പോയി പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രവാസി കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉരുളി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ബേ ലീഫ്, 2 കറുവപ്പട്ട, അതുപോലെ ചെറിയ കഷ്ണം 2 തക്കോലം, 4 ഏലക്കായ, ഇനി വേണ്ടത് ഒരു 4 കറിയാമ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 4 സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ചിക്കൻ കറിക്ക് നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ സവാളയെ നല്ല മെറൂൺ കളറിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. ചെറിയ തീയിൽ വച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ സവാളയെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. സവാള നല്ല മെറൂൺ കളറായി വരുന്നത് വരെയും നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്തതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ഇതേ ഒരു കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 ബോൾ വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം തന്നെ ഒന്നുകൂടെ ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് മുരിയിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറി വരുന്നത് വരെയുമാണ് വഴറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ കറിയെ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അതെടുത്താലും മതിയാകും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളിയും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് കൂടിയാണ് ചേർക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ കറിയിലേക്ക് തക്കാളി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് കറി തയ്യാറാക്കി തന്നിരുന്നപ്പോൾ ഇതുപോലെ തക്കാളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അവർ കറി തയ്യാറാക്കി തന്നുകൊണ്ടിരുന്നത്. എങ്കിലും ആ കറിക്കൊക്കെ പ്രത്യേക മണവും രുചിയൊക്കെ തന്നെയായിരുന്നു. ഒരു വീട്ടിൽ ചിക്കൻ കറി തയ്യാറാക്കിയാൽ ആ പ്രദേശം മുഴുവനും നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും തന്നെ ഇല്ല കേട്ടോ. വഴറ്റിക്കൊണ്ടിരിക്കുന്ന തക്കാളിയും നല്ലതുപോലെ വാടി വന്നപ്പോൾ ഞാനിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിന്ന് 1 കിലോ അളവിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കണം. ഇനി ഈ ചിക്കനിലെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെയും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കറി തയ്യാറാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പെല്ലാം തന്നെയും കുക്കറിൽ വെച്ചും ചെയ്യാവുന്നതാണ്. 2 മിനിറ്റ് നേരം ചിക്കനെ ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ 2 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം 2 മിനിറ്റ് നേരം വഴറ്റിയെടുത്ത ചിക്കനിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ മസാല എല്ലാം തന്നെയും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ചിക്കനിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ പൊടികളും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ഈ ഒരു മസാല എല്ലാം പിടിച്ച് കിട്ടുന്നത് വരെയുമാണ് വഴറ്റിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് നേരവും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലേക്ക് മസാല എല്ലാം തന്നെയും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ആയി കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ചു കൂടി എടുക്കാനായിട്ട് 1.5 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുവെള്ളം ഞാൻ കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത്.
ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം എല്ലാം വന്നു തുടങ്ങും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ചാറ് കൂടുതലുള്ള കറിയാണ് താല്പര്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ കറിയെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ കറി നല്ലപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ കറിയെ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം വീണ്ടും മൂടിയൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ കറി നല്ലതുപോലെ തന്നെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഒന്നുകൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ കറിക്ക് നല്ല ചാറൊക്കെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം ഗ്രേവി എല്ലാം തിക്കായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് കീറിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കണം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുത്ത നമ്മുടെ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറി. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്. അതുപോലെ കഴിക്കാനാണെങ്കിലോ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു ചിക്കൻ കറിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അത്രയ്ക്കും സ്വാദുള്ള സിമ്പിൾ കറി തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായ നല്ല സ്വാദ് കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.